ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ ക്ലാസ് തുടരുകയാണ്. 30ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലോഗരിതമിക് ഡിഫറൻഷിയേഷന് അതിന്റെ ആപ്ലിക്കേഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്, നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് പ്രോബ്ലംസ് എഴുതിയിട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെറ്റ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൽ ഒന്നാമത്തത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഹോൾ റൈസ് ടു 4. അപ്പൊ ഇവിടെ വലിയ വലിയ പവറുകളൊക്കെ കാണുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആ പവർ എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോകണ്ട. അപ്പൊ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഒന്നാമത്തെ സൊല്യൂഷനിലേക്ക്. എന്താണ് ഇവിടെ ലോഗിന് എന്ത് റോളാണ് ഉള്ളതെന്ന് ചോദിച്ചാല്, ഇവിടെ 3 എണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, അതോടൊപ്പം തന്നെ അവർക്ക് പവറും ഉണ്ട്. അപ്പൊ ലോഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് വണ് നമുക്ക് ആദ്യം തന്നെ അതിനൊരു പേര് വിളിക്കാം. ലെറ്റ് y is equal to x plus 3 all square into x plus 4 all cube into x plus 5 all raised to 4. നമുക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വേണ്ടത് yന്റെ, അഥവാ നമുക്ക് dy by dx വേണം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേഷൻ ഇപ്പൊ ചെയ്യുന്നില്ല, അത് കുറച്ച് ടഫ് ആവും ഇപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയാൽ. പകരം ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, log y is equal to log of that RHS, log of x plus 3 all square into x plus 4 all cube into x plus 5 all raised to 4. That is log y is equal to, ഇവിടെയാണ് ലോഗിന്റെ നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇൻറ്റു ചെയ്ത് ലോഗ് കാണുന്നതിന് പകരം ലോഗ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അതോടൊപ്പം പവർ ഉള്ളത് പവർ റൂൾ പ്രകാരം മുന്നിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഇവിടെ ആദ്യം വരിക ലോഗ് ഓഫ് ദിസ് ഫസ്റ്റ് പ്ലസ് ലോഗ് ഓഫ് സെക്കൻഡ് പ്ലസ് ലോഗ് ഓഫ് തേർഡ്. അത് പവർ മുന്നിലേക്ക് വന്ന് ഒരു സ്റ്റെപ്പ് എഴുതുമ്പോൾ 2 into log of x plus 3, അതാണ് ലോഗ് ഓഫ് x plus 3ന്റെ സ്ക്വയർ. 2 മുന്നിലേക്ക് വരും. ഇൻറ്റു ഉള്ളത് പ്ലസ് ആവും. 3 into log of x plus 4. വീണ്ടും ഇൻറ്റു ഉള്ളത് പ്ലസ് ആവും. ലോഗ് എടുക്കുമ്പോൾ പ്ലസ് ആവും. 4 പവർ മുന്നിലേക്ക് വരും. 4 into log of x plus 5. അപ്പൊ നമ്മൾ ലോഗ് എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് dy by dx ആണ്. അപ്പൊ ഈ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. ലോഗ് വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പം 1/y ഇൻറ്റു dy by dx. ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈൻ്റെത് y കൊണ്ട് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 3നെ എക്സ് കൊണ്ട് ചെയ്യുമ്പം 1/x plus 3 ഉണ്ടാവുള്ളൂ. ഇൻറ്റു എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇൻറ്റു എക്സ് പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 1 ആണ്. അതുകൊണ്ട് ഇൻറ്റു 1 എഴുതുന്നില്ല. പ്ലസ് 3 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 4നെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x plus 4 ഇൻറ്റു എക്സ് പ്ലസ് 4ൻ്റെത് 1 ആണ് ഡെറിവേറ്റീവ്. 1 plus 0. എക്സിൻ്റെത് 1, 4ൻ്റെ 0. അപ്പൊ ഇൻറ്റു 1 ഉണ്ടാവും. പ്ലസ് 4 into log x plus 5നെ x കൊണ്ട് ചെയ്യുമ്പോൾ 1/x plus 5. Therefore, dy by dx equal to, ഈ y ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ y all into ഫസ്റ്റ് ടേം 2/x plus 3 plus 3/x plus 4 plus 4/x plus 5. ഈ yക്ക് പകരം ഈ എക്സ്പ്രഷൻ x plus 3 ഹോൾ സ്ക്വയർ ഇൻറ്റു x plus 4 ഹോൾ ക്യൂബ് ഇൻറ്റു x plus 5 raised to 4 ഇവിടെ എഴുതാം. അത് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി y ഇവിടെ എടുത്ത് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. തുറക്കാനൊന്നും പോകണ്ട, അവിടെ വെച്ചാൽ മതി കേട്ടോ. yക്ക് പകരം ഈ എക്സ്പ്രഷൻ കൊടുക്കുക. ഓക്കെ. ദെൻ സെക്കൻഡ് പ്രോബ്ലം. Root of x minus 1 into x minus 2 by x minus 3 into x minus 4 into x minus 1. അവിടെ അതിന് y ന് പേരിടാം. y is equal to square root of
x minus 1 into x minus 2 divided by x minus 3 into x minus 4 into the complete root ഇലുള്ള നമുക്ക് അതായത് y is equal to ഇത് നമുക്ക് റൂട്ടിനെ പവർ ആക്കി എഴുതുമ്പോൾ ഡിഫറൻഷിയേഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. സ്ക്വയർ റൂട്ടിൽ നമ്മൾ പവർ എഴുതുമ്പോൾ റേസ് ടു 1/2 അല്ലടാ വരിക. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആ. ക്യൂബ് റൂട്ട് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 എക്സെട്ര. അപ്പൊ ഈ റൂട്ട് നമ്മൾ പവറിലേക്ക് എഴുതാണെങ്കിൽ റേസ് ടു 1/2 എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതുക. ഇനി ഞാൻ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നില്ല, ടേക്കിംഗ് ലോഗ് രണ്ട് ഭാഗത്തും. അപ്പൊ ലോഗ് y is equal to നല്ല ശ്രദ്ധിക്കണേ, ലോഗ് y is equal to ലോഗ് ഓഫ് ഈ എക്സ്പ്രഷൻ. അപ്പൊ ലോഗ് എടുക്കുമ്പോൾ പവർ മുന്നിലേക്ക് വരും. ഓൾ റേസ് ടു ഹാഫ് മുന്നിലേക്ക് വരും. ഹാഫ് ഇൻറ്റു ലോഗ് ഓഫ് ഈ കോഷ്യന്റ്. ഈ കോഷ്യന്റ് തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ 2 പ്രൊഡക്റ്റ്, ഇവിടെ 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആദ്യമായിട്ട് ലോഗ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റുള്ളത് പ്ലസ് ആവും. ലോഗ് ഓഫ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ ഉള്ളത് മൈനസ് ആവും. മൈനസ് ലോഗ് ഓഫ് എം ബൈ എൻ ഇസിക്കൽ ലോഗ് എം മൈനസ് ലോഗ് എൻ. അപ്പൊ മൈനസ് ഓഫിന്റെ ഉള്ളിൽ ഇനി പ്രൊഡക്റ്റ് ആണ്. ലോഗ് ഓഫ് എക്സ് മൈനസ് 3 അതിൻ്റെ ഉള്ളത് പ്ലസ് ആവും. തുറന്ന ഇതാണ് മൈനസ് ആവും. തൽക്കാലം നമുക്ക് മൈനസ് ഓഫിന്റെ ഉള്ളിൽ എഴുതാം. ഇതിൻ്റെ ഉള്ളത് 3 പ്ലസ് ആവും. ക്ലിയർ അല്ലേ? നോക്കാം. ലോഗ് ഓഫ് ന്യൂമറേറ്റർ ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് ഈ പ്രൊഡക്റ്റിന്റെ ലോഗ് ഫസ്റ്റ് പ്ലസ് ലോഗ് സെക്കൻഡ് പ്ലസ് ലോഗ് തേർഡ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് വൈ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു ഹാഫ് ഓൾ ഇൻറ്റു. എളുപ്പമാണ്. ലോഗ് എക്സ് മൈനസ് 1ൻ്റെത് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും 1/x മൈനസ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 2ൻ്റെത് 1/x മൈനസ് 2 മൈനസ് അവർ തുറക്കാൻ പോവാണ്. 1 ലോഗ് എക്സ് മൈനസ് 3ൻ്റെത് 1/x മൈനസ് 3. ഈ മൈനസ് അവിടെ തുറന്നു വരുമ്പോൾ മൈനസ് ലോഗ് എക്സ് മൈനസ് 4ന്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് 4. ഇത് തുറക്കുമ്പോൾ മൈനസ് 1/x മൈനസ് 5 ഹാഫ് ഓൾ ഇൻറ്റുണ്ട്. therefore dy by dx is equal to ഈ y ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ y/2 വരും മുന്നിൽ ഇൻറ്റു 1/x മൈനസ് 1 പ്ലസ് 1/x മൈനസ് 2 മൈനസ് 1/x മൈനസ് 3 മൈനസ് 1/x മൈനസ് 4 മൈനസ് 1/x മൈനസ് 5. ഒരു സ്റ്റെപ്പ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ഈ വൈക്ക് പകരം ഈ റൂട്ട് ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ എഴുതി വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത്രേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ലോഗ് എങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത്? ഈ പ്രൊഡക്റ്റും ഈ കോഷ്യന്റും ഈ റൂട്ടും ഒക്കെ നമുക്ക് ലോഗിന്റെ സഹായത്തോടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷന്റെ കേസ് വരുന്നത്. നമുക്ക് ടഫായിട്ട് വരുന്നതൊക്കെ ലോഗ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മാറാം. തേർഡ് പ്രോബ്ലം, y ആദ്യം പേര് വിളിക്കാം. y is equal to x raised to sin x plus sin x raised to cos x. ഇത് ബോർഡ് പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദിക്കണ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ്. ഇത് ചില ആളുകൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിട്ട് തെറ്റിക്കും. ലോഗ് എടുക്കുമ്പോഴാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിക്കുക. അപ്പൊ ലോഗ് എടുക്കണം എന്നത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇവിടെ വേരിയബിൾ റേസ് ടു വേരിയബിൾ ഉണ്ട്. എക്സിന്റെ പവറിൽ സൈൻ എക്സ് വേരിയബിൾ, അതിന്റെ പവറിൽ കോസ് എക്സ് വേരിയബിൾ ഒക്കെ ഉണ്ട്. അപ്പൊ ലോഗ് എടുക്കണം എന്നറിയാം. അപ്പോ ചില കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പേപ്പർ നോക്കുമ്പോൾ കൂടുതൽ കാണുന്നതാണ്. ലോഗിന്റെ ഒരു കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് ലോഗ് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് എഴുതും. ഞാനൊരു സ്റ്റെപ്പ് എഴുതാം, നിങ്ങൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞുതരാം. സൈൻ എക്സ് മുന്നിക്ക് വന്നിട്ട് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് മുന്നിക്ക് വന്നിട്ട് ലോഗ് ഓഫ്, ഇങ്ങനെ ചില കുട്ടികളൊക്കെ എഴുതുന്നത് കാണാറുണ്ട്. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകും. ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതിന് മാർക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ എഴുതിയ സ്റ്റെപ്പ് തെറ്റാണ്. അപ്പൊ ഇവിടെ തന്നെ ഇത് തെറ്റിടും. ചില ആളുകൾക്ക് ഇപ്പോഴും അതിലെ തെറ്റെന്താന്ന് നിങ്ങളുടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ നല്ലോണം ആലോചിക്കുക. ഞാൻ എന്താ ചെയ്ത് ഇതിന്റെ ലോഗ് എടുത്തു, ഇതാ ഇതിന്റെ ലോഗ് എടുത്തു, ഇതാ എന്നിട്ട് അത് പ്ലസ് ചെയ്തു. അപ്പൊ ഇവിടെ
ഒരു m പ്ലസ് n ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് m എന്ന് വിചാരിച്ചാൽ m പ്ലസ് n ആയിരുന്നു. അതിന്റെ ലോഗ് എടുത്തപ്പോ ഞാൻ എഴുതിയത് ലോഗ് m പ്ലസ് ലോഗ് n എഴുതിയത്. ഇങ്ങനെ റിസൾട്ട് ലോഗരിതത്തിൽ ഇല്ല. ലോഗ് m പ്ലസ് n ലോഗ് m പ്ലസ് ലോഗ് n എഴുതാൻ പറ്റില്ല. പിന്നെ എന്താണ്? ലോഗ് m ഇൻറ്റു n ആണെങ്കിൽ ലോഗ് m പ്ലസ് ലോഗ് n ശരിയാണ്. അപ്പൊ ഇത് ഈ പ്ലസിന് പകരം ഇവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ ഈ എഴുതിയത് ശരിയാണ്. പക്ഷെ ഇതിവിടെ പ്ലസ് ആണ് ചോദിച്ചത്. അപ്പൊ അവിടെ ലോഗ് എടുത്താൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങൾ ലോഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാം. ലോഗ് ഓഫ് എക്സ് റേസ്റ്റ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റേസ്റ്റ് ടു കോസ് എക്സ് സൈൻ ഓൾ ലോഗ്. ഈ ബ്രാക്കറ്റ് നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. എന്തിനാ നമ്മൾ ലോഗ് എടുക്കുന്നത്? ലോഗിനെ ഭയങ്കര ഇഷ്ടമായിട്ട് എടുക്കുകയാണോ? അല്ല. പിന്നെയോ നമുക്ക് ആ വേരിയബിൾ റേസ്റ്റ് വേരിയബിൾ എന്ന പ്രശ്നം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് എടുക്കുന്നത്. എന്നാൽ ഇപ്പൊ ലോഗ് എടുത്താല് ഒരു ലോഗും കൂടി വന്നിട്ട് കുറച്ചും കൂടി ഇടങ്ങറായി എന്നല്ലാതെ ഈ ബ്രാക്കറ്റ് നമുക്ക് തുറക്കാൻ പറ്റില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഈ ടൈപ്പ് പ്രോബ്ലം. ഇപ്പൊ വേരിയബിൾ റേസ്റ്റ് വേരിയബിളില് 2 3 ടേം പ്ലസ് ഒക്കെ ആയിട്ട് വരുമ്പോ അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഒക്കെ മൈനസ് ഈ പ്ലസിന് വരാം മൈനസ് ആവാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് മൈനസ് ആവാം, മൈനസും വരാം. ഇത് ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ്, നല്ലോണം ശ്രദ്ധിക്കുക. ലോഗ് എടുക്കാനായിട്ടില്ല. കാരണം ലോഗ് എടുത്തോണ്ട് ഇപ്പൊ ഒരു സപ്പോർട്ട് ഇല്ല, അതാണ് ലോഗ് എടുക്കാത്ത. എന്നാൽ ലോഗ് എടുക്കണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്. ദാറ്റ് ഈസ് y is equal to, ഞാൻ ഇതിനെ u എന്ന് പേരിട്ടു, മറ്റിനെ v എന്നും പേരിട്ടു. where u is equal to ആരാ? x raised to sin x, v is equal to sin x raised to cos x. അങ്ങനെയാണെങ്കിൽ y is equal to u plus v എന്നാണെങ്കിൽ derivative of y with respect to x dy by dx is equal to derivative of u with respect to x du by dx plus derivative of v with respect to x dv by dx. അങ്ങനെ റിസൾട്ട് ഡെറിവേറ്റീവിലുണ്ട്, ലോഗിൽ ഇല്ലെങ്കിലും ഡെറിവേറ്റീവിലുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എ സം is equal to sum of the derivatives എന്നാണ് റിസൾട്ട്. രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അത് ഡെറിവേറ്റീവ് ആ റിസൾട്ട് ഫസ്റ്റ് ഇയറിലേ ഉണ്ട്. അപ്പൊ ഇത് ഓക്കെയാണ്, ഇത് ശരിയാണ്. ഇനി നമ്മള് ഈ രണ്ടാളെയും വേറെ വേറെ കണ്ടുപിടിക്കും. ആരെ? ഡി യു ബൈ ഡി എക്സിനെയും ഡി വി ബൈ ഡി എക്സിനെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ആ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ആവും. നൗ യുവിനെ ഒറ്റയ്ക്ക് എടുക്കുക. വാട്ട് ഈസ് യു? യു ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. ലോഗ് എടുക്കുക രണ്ട് ഭാഗത്തും. ലോഗ് യു ഇസ് ഈക്വൽ ടു പവർ റൂൾ പ്രകാരം സൈൻ എക്സ് മുന്നിലേക്ക് വരും, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി ഇതിന്റെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, d by dx of log u is equal to d by dx of sin x into log x. log u ഇന്റത് 1 by u into x കൊണ്ടായതുകൊണ്ട് du by dx. log u ഇന്റത് x കൊണ്ട് ചെയ്യുമ്പോൾ 1 by u into du by dx. ഇവിടെ sin x into log x, രണ്ട് വേരിയബിൾസിന്റെ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. sin x into log x ന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് log x into sin x ന്റെ ഡെറിവേറ്റീവ് cos x. therefore du by dx equal to u അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ u all into ബ്രാക്കറ്റില് ഇത് sin x into 1 by x നെ sin x by x എന്ന് എഴുതാം, പ്ലസ് log x into cos x. that is equal to u അവിടെ എഴുതാം. u എഴുതുമ്പോ യുവിന് പകരം എക്സ് റേസ് ടു സൈൻ എക്സ്, എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതിവിടെ നിൽക്കട്ടെ, കഴിഞ്ഞില്ല, അത് ഡി യു ബൈ ഡി എക്സ് ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഇതേപോലെ വി എടുക്കുക. വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ പവറിൽ കോസ് എക്സ്. ലോഗ് എടുക്കുമ്പോൾ ലോഗ് വി ഇസ് ഈക്വൽ ടു cos x മുന്നിലേക്ക് വരും പവർ റൂൾ പ്രകാരം cos x into log of sin x. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x, log v നെ x കൊണ്ട് ചെയ്യുമ്പോൾ 1 by v into dv by dx is equal to, ഇത് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം ഫസ്റ്റ് സെക്കൻഡ്. പറഞ്ഞോളൂ. cos x into log sin x ന്റെ ഡെറിവേറ്റീവ് 1 by sin x into sin x ന്റെ cos x. ക്ലിയർ അല്ലേ? ലോഗിന്റേത് 1 by sin x into sin x ഇന്റത് cos x.
ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. Therefore, dv by dx is equal to v all into cos x. ഈ cos x by sin x നെ വേണമെങ്കിൽ cot x നാക്കാം. cos x by sin x cot x ആ. ഇത് മൈനസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മൈനസ് ആവും. sin x into log of sin x ബ്രാക്കറ്റ് that is equal to v ക്ക് പകരം നമ്മൾ v ആരാ sin x raised to cos x into cos x into cot x minus sin x into log sin x. ഇതാണ് dv by dx. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് dy by dx ആ വേണ്ടത്. dy by dx ആരാ du by dx plus dv by dx. Therefore നമ്മൾ അതിലേക്ക് വരാം. dy by dx equal to du by dx plus dv by dx, that is equal to du by dx ന് പകരം x raised to sin x into sin x by x plus log x into cos x plus dv by dx ന് പകരം sin x raised to cos x into cos x into cot x minus sin x into log sin x. ഇവിടെ വെച്ചാൽ മതി. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസർ ആവില്ല, കുഴപ്പമില്ല. ഇതാണ് dy by dx. ഇത്രയും ചെയ്യണം. അപ്പൊ വലിയ ക്വസ്റ്റ്യൻ, വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഈ മോഡൽ ചോദിക്കും. ഇതിപ്പോ ഇവിടെ ഈ പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിൽ ഒന്നുമില്ല, ഇത് u മൈനസ് വി ആവും. അപ്പൊ dy by dx equal to du by dx minus dv by dx എന്ന് വരും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തേലേക്ക് വരാം നമുക്ക്. Let y is equal to log x raised to x minus x raised to log x. ഇതും ലോഗ് എടുക്കാൻ പറ്റില്ല, കാരണം ലോഗ് ഓഫ് എ ഡിഫറൻസ് നമുക്ക് ബ്രാക്കറ്റ് തുറക്കാൻ പറ്റില്ല. ലോഗ് എം മൈനസ് എന്നിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രാക്കറ്റ് തുറക്കാൻ പറ്റില്ല. അപ്പൊ പവർ ഒഴിവായി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ലോഗ് എടുക്കാനുള്ള സമയം ആയിട്ടില്ല. പകരം നേരത്തെ പോലെ രണ്ടാൾക്ക് രണ്ട് പേര് വിളിക്കുക. ദാറ്റ് ഈസ് y is equal to u minus v. u minus v. അപ്പൊ ആരെയാ u എന്ന് പേരിട്ടത്? u is equal to log x raised to x, v is equal to x raised to log x. Okay. അപ്പൊ ഡെറിവേറ്റീവിലെ ബേസിക് റിസൾട്ട് പ്രകാരം ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ഡെറിവേറ്റീവ്. അപ്പൊ dy by dx എന്ന് പറയുന്നത് du by dx ചെയ്യാ, അതിന് മൈനസ് ഇങ്ങനെ ചെയ്യാം. ഡെറിവേറ്റീവ് അങ്ങനെ സമ്മതമുണ്ട്. അപ്പൊ അതാണ് dy by dx ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് du by dx മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ്. എന്താ ഉപയോഗിച്ചത്? ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ഡെറിവേറ്റീവ്സ്. നൗ u എടുക്കുക. u is equal to log x ന്റെ പവറിൽ x. ലോഗ് എടുക്കുമ്പോൾ log u is equal to ഈ പവറിൽ x മുന്നിലേക്ക് വരും into log of base log x. x മുന്നിലേക്ക് വന്ന് log of log x. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x 1 by u into du by dx. log u നെ x കൊണ്ട് ചെയ്യുമ്പോൾ log u ന്റെ 1 by u into du by dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ x ഫസ്റ്റും ഈ log x നെ സെക്കൻഡും ആയിട്ട് എടുക്കാം. പ്രൊഡക്റ്റ് റൂൾ x into log x ന്റെ ഡെറിവേറ്റീവ് ആദ്യത്തെ ലോഗിന്റേത് 1 by log x into log x ന്റേത് 1 by x. log x ന്റെ 1 by log x into 1 by x plus log x into x ന്റേത് 1. അപ്പൊ ഇവിടെ ഈ ഒരു x ഉം ഈ 1 by x x കട്ടായി പോയി. Therefore du by dx is equal to u അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ u all into 1 by log x plus log of log x. ആ u അവിടെ എഴുതിയാൽ that is equal to du by dx is equal to ഈ u ന് പകരം log x raised to x എഴുതിയാൽ log x raised to x into 1 by log x plus log of log x. ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. du by dx. ഇനി നിങ്ങൾ ഇതേപോലെ v എടുക്കുക. What is v? v is equal to x raised to log x. log ഏത് എടുക്കണം, എന്നാലേ പവർ മാറി കിട്ടുള്ളൂ. log v is equal to ഈ പവർ മുന്നിലേക്ക് വരും log x into log of ബേസ് ആയിട്ടുള്ളത് x. അത് log x into log x ആയതുകൊണ്ട് രണ്ടും ഒരേ സാധനം ആയതുകൊണ്ട് x into x നെ x സ്ക്വയർ എഴുതുന്ന മാതിരി
നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. log v is equal to log x into log x നെ log x ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതാൻ നിർബന്ധമല്ല, ഇവിടെ വെച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, എനിവേ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, log v x കൊണ്ട് ചെയ്യുമ്പോൾ 1/v into dv by dx ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓൾ സ്ക്വയർ ആദ്യം ചെയ്യണം. ഓൾ സ്ക്വയർ എന്നത് 2 into log x, x സ്ക്വയർ എന്നത് 2x എഴുതുന്ന പോലെ log x സ്ക്വയർ എന്നത് 2 into log x into log x ന്റെ ഡെറിവേറ്റീവ് 1/x. therefore dv by dx is equal to, ഈ v ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ v into 2 log x divided by x, 2 log x into 1/x, 2 log x by x. v is, what is v? x raised to log x, x raised to log x into 2 log x divided by x. ഇത് വേണമെങ്കിൽ x raised to log x മേലും x താഴെയുണ്ട്. x raised to n by x എന്ന് പറഞ്ഞാല് x raised to n minus 1 ആണ്. അപ്പൊ x raised to log x by x പറയുന്നത് x raised to log x minus 1 എഴുതാം into 2 log x. അതാണ് dv by dx. therefore dy by dx equal to du by dx minus dv by dx. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is equal to du by dx ന് പകരം log x raised to x into 1 by log x plus log x. അതാണ് du by dx ആയിട്ട് കിട്ടിയത്. അതിന് മൈനസ് ആണ് ഈ കിട്ടിയ dv by dx, x raised to log x minus 1 into 2 log x. ഇതാണ് നമ്മുടെ ഫൈനൽ dy by dx. okay, then fifth problem. that y is equal to, എന്താണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നത്? x into cos x ന്റെ പവറിൽ x പ്ലസ് x into sin x ന്റെ പവറിൽ 1/x. അപ്പൊ x cos x ന് all raised to x പ്ലസ് x sin x ന് all raised to 1/x. ഇവിടെ ഈ വേരിയബിൾ റേസ്റ്റ് വേരിയബിളും പ്ലസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പേരിട്ട പോലെ ദാറ്റ് ഈസ് y is equal to u plus v. അപ്പൊ ആരെ u is equal to x into cos x all raised to x ഉം v is equal to x into sin x all raised to 1/x ആണ്. അങ്ങനെയാണെങ്കിൽ what is dy by dx? dy by dx equal to du by dx plus dy by dx equal to du by dx plus dv by dx. ഇനി രണ്ടും വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. now come to u. what is u? u is equal to x into cos x ന്റെ പവറിൽ x. ലോഗ് എടുക്കുമ്പോൾ log u is equal to, പറയും ഈ പവർ മുന്നിലേക്ക് വരും, x into log of ആ ബ്രാക്കറ്റ് x into cos x. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി ലോഗിനെ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ log of x into cos x ന്റെ പ്രൊഡക്റ്റ്. അപ്പൊ അതിന് നമുക്ക് ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്നും കൂടി മാറ്റിയാൽ സൗകര്യമാണ്. log u is equal to x into log mn. log mn is equal to log m plus log n. അപ്പൊ log x into cos x നെ log x plus ഇങ്ങനെ എഴുതി. നല്ല പ്രൊഡക്റ്റ് ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട്. log x plus log of cos x. ഇനി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ x. log u x കൊണ്ട് ചെയ്യുമ്പോൾ 1/u into du by dx. ഇവിടെ x ഫസ്റ്റും ഈ ബ്രാക്കറ്റ് മൊത്തം സെക്കൻഡും എടുക്കും. അപ്പൊ x into ആ ബ്രാക്കറ്റിന്റെ ഡെറിവേറ്റീവ് log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ പ്ലസ് ഇട്ടാൽ മതി. log cos x ന്റെ ഡെറിവേറ്റീവ് 1/cos x into cos x ന്റേത് മൈനസ് sin x. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു log x പ്ലസ് log cos x, അതാണ് സെക്കൻഡ്, ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. therefore ഇത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി 1/u du by dx വെച്ചിട്ട് നമുക്ക് ഈ x ഒന്ന് അങ്ങോട്ട് തുറന്നിടാം. ഈ x അങ്ങോട്ട് തുറന്നാൽ x into 1/x 1 ആവും, ഇവിടെ മൈനസ് ആവും. ഈ x into sin x by cos x
ടാൻ എക്സ്. അപ്പൊ ഇവിടെ എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു 1 ഉണ്ടാവുള്ളൂ. therefore du by dx equal to u all into 1 minus x into tan x plus log x plus log cos x equal to u ന് പകരം u എന്താ x into cos x all raised to x into 1 minus x tan x plus log x plus log cos x. അതവിടെ നിൽക്കട്ടെ. ആരാണ് du by dx. ഇനി ഇതേപോലെ v എടുക്കൂ. what is v? v is equal to x into sin x ന്റെ പവറില് 1 by x ആ. x ന് പകരം 1 by x. log എടുക്കുമ്പോൾ log v log എടുക്കണം, കാരണം പവറിൽ വേരിയബിൾ ഉണ്ട്. log v is equal to ആ 1 by x ആണ് മുന്നിക്ക് വരിക. 1 by x into log of x into sin x. That is log v is equal to 1 by x all into ഇത് നമുക്ക് log of a product നെ log x plus log sin x എന്നാണ്. ഇനി differentiating with respect to x. differentiating with respect to x. അപ്പൊ log v ന്റേത് 1 by v into dv by dx. 1 by v into dv by dx equal to ഇവിടെ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ ശരിക്ക് 1 by x into log x plus log sin x അല്ലേ എന്ന് പറഞ്ഞാൽ അത് log x plus log sin x all divided by x എന്ന് എഴുതാം. ദാ ഈ 1 by x നെ all divided by ആക്കി. അപ്പോൾ അവിടെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. ഡിനോമിനേറ്റർ x into d by dx of log x plus log sin x minus log x plus log sin x ഒരു ബ്രാക്കറ്റിൽ into d by dx of x denominator into derivative of numerator minus numerator into derivative of denominator all divided by square of the denominator. That's equal to x all into ഈ log x ന്റെ ഡെറിവേറ്റീവ് 1 by x plus log sin x ന്റെ 1 by sin x into cos x minus of log x plus log sin x into x ന്റെ 1 divided by x square. That's equal to ഈ x 1 by x ആയിട്ട് തുറക്കുമ്പോൾ x into 1 by x 1 plus x into cos x by sin x cot x ഈ ബ്രാക്കറ്റ് തുറന്നിട്ടാൽ മൈനസ് log x മൈനസ് log sin x എഴുതാം divided by x square. ഈ കിട്ടിയത് എന്താണ് 1 by v into dv by dx. Therefore dv by dx is equal to v into 1 plus x cot x minus log x minus log sin x divided by x square. അതിൽ v ക്ക് പകരം x sin x all raised to 1 by x ആയിരുന്നു v. x into sin x ന് raised to 1 by x into 1 plus x cot x minus log x minus log sin x all divided by x square. ഇതാണ് dv by dx. അപ്പോൾ നേരത്തെ കിട്ടിയ du by dx ഇവിടെ ഉണ്ട്. ഇതാണ് du by dx. ഇപ്പൊ കിട്ടിയതാണ് dv by dx. Therefore dy by dx equal to എന്തായിരുന്നു നമ്മൾ എഴുതി വെച്ചത് y is equal to u plus v ആയിരുന്നല്ലോ. y is equal to u plus v ആയിരുന്നെങ്കിൽ therefore dy by dx equal to എഴുതി വെച്ചിരുന്നു മുകളിൽ du by dx plus dv by dx. അതിൽ du by dx ന് പകരം ഇത് എഴുതുക, ഈ എക്സ്പ്രഷൻ എഴുതുക, പ്ലസ് dv by dx ന് ഇത് എഴുതി വെച്ചാൽ മതി. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് നോട്ട് എടുത്ത് വരിക. ഇനി അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് dy by dx എന്ന് പറഞ്ഞിട്ട് 4 പ്രോബ്ലം എഴുതിയിട്ടുണ്ട് ഞാൻ. ഫൈൻഡ് dy by dx. ഫൈൻഡ് dy by dx when ആണ്. when അതിൽ ഒന്നാമത്തത് x raised to y equal to y raised to x ആ. dy by dx ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് x ഉം y ഉം വേരിയബിൾ ആണ്.
അപ്പൊ എക്സ് റേസ് ടു വൈ ഒരു ഭാഗത്തും വൈ റേസ് ടു എക്സ് മറുഭാഗത്തും ഉണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വേരിയബിൾ റേസ് ടു വേരിയബിൾ വരുന്നുണ്ട്. എക്സിന്റെ പവറിൽ വൈയും വൈന്റെ പവറിൽ എക്സും ഒക്കെ ഉള്ളതുകൊണ്ട് വേരിയബിൾ റേസ് ടു വേരിയബിൾ ഉണ്ട്. ലോഗിന്റെ സഹായം നിർബന്ധമാണ്. ഇത് വൈ എക്സ് റേസ് ടു വൈ, ഇത് വൈ റേസ് ടു എക്സ്. ഇത് ലോഗ് രണ്ട് ഭാഗത്തോണ്ട് എടുത്താൽ നമ്മൾ ഇനി വേറെ ഒന്നും വിളിക്കാൻ പോണ്ട. ഇതൊരു ഇക്വേഷൻ ആയ സ്ഥിതിക്ക് രണ്ട് പവറുണ്ട്. അതുകൊണ്ട് ടേക്കിംഗ് ലോഗ് ഓഫ് എക്സ് റേസ് ടു വൈ, അവിടെ ലോഗ് ഓഫ് വൈ റേസ് ടു എക്സ്. അപ്പൊ y ഇൻറ്റു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. പവർ റൂൾ പ്രകാരം y മുന്നിൽ വരും. ഇപ്പൊ പവർ ഒക്കെ പോയല്ലോ. നമുക്ക് dy ബൈ എക്സ് ആ വേണ്ടത്. ഇനി ഇന്ന് രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. അപ്പോ d ബൈ ഡി എക്സ് ഓഫ് വൈ ലോഗ് എക്സ് വരും. ഇവിടെ അപ്പുറത്ത് d ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് വൈ വരും. ദാറ്റ് ഈസ് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ y ഫസ്റ്റും ലോഗ് എക്സ് സെക്കൻഡും. y ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് നിങ്ങൾ പറഞ്ഞാൽ മതി, സ്റ്റെപ്പ് കുറക്കാം. y ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ ഡി ബൈ ഡി എക്സ്. ക്ലിയർ അല്ലേ? y ഇൻറ്റു ലോഗ് എക്സിന്റെ 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു വൈന്റെ ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് ഫസ്റ്റും ലോഗ് വൈ സെക്കൻഡും വരെ എടുക്കുക. ഫസ്റ്റ് എക്സ് ഇൻറ്റു ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ ഇൻറ്റു എക്സിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 1 എക്സ് ഇൻറ്റു ലോഗ് വൈൻ്റെ 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ ഇൻറ്റു എക്സിൻ്റെ 1. ദാറ്റ് ഈസ് നമുക്ക് എന്താ വേണ്ടി? ഡി വൈ ബൈ എക്സ് ആ വേണ്ടി. ഇവിടെ ഡി വൈ ബൈ എക്സ് ടേം ഉണ്ട്, ഇവിടെ ഡി വൈ ബൈ എക്സ് ടേം ഉണ്ട്. അത് രണ്ടും ഒരു ഭാഗത്തേക്ക് എടുത്താൽ ലോഗ് എക്സ് ഡി വൈ ബൈ എക്സ് ലെഫ്റ്റിലുണ്ട്, ഞാൻ ഇവിടെ വെച്ചു. ഇത് ശരിക്കും എക്സ് ബൈ വൈ ഡി വൈ ബൈ എക്സ് ആണ്. അത് ലെഫ്റ്റിലേക്ക് വരുമ്പോ മൈനസ് ആവും എക്സ് ബൈ വൈ ഡി വൈ ബൈ എക്സ് ഈക്വൽ ടു അവിടെ റൈറ്റിൽ ഓൾറെഡി ലോഗ് വൈ ഉണ്ട്. ഇതിവിടെ വൈ ഇൻറ്റു 1 ബൈ എക്സ് എന്ന വൈ ബൈ എക്സ് ആണ്. അത് റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് വൈ ബൈ എക്സ് ആണ്. ഇതൊന്ന് ഡി വൈ ബൈ എക്സ് പുറത്തെടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു log x minus x by y equal to log y minus y by x. Therefore, ഇതിന്ന് dy by dx is equal to log y minus y by x divided by log x minus x by y. ഇതിങ്ങനെ വെച്ചാൽ മതി. ചിലപ്പോൾ അത് ഒന്നും കൂടി മാറ്റിട്ടുണ്ടാവും. ഈ x ഒന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് x into log y minus y all divided by x divided by y log x minus x all divided by y. എന്നിട്ട് that is equal to ഈ y മേലെ പോലടാ. അപ്പോൾ y into x log y minus y divided by x into y log x minus x. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ ആൻസർ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ആൻസർ ഇതായിരിക്കും കാണാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താണ്? കുറച്ചും കൂടി ടഫാണത്. സെക്കൻഡ് വണ്ണിൽ തന്നത് എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു 1. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തില് ഈക്വൽ ടു ആയിരുന്നു. എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. അപ്പൊ നമുക്ക് രണ്ട് ഭാഗം ലോഗ് എടുത്തപ്പോൾ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ കോലത്തിലേക്ക് വന്നു. എന്നാൽ ഇവിടെ ഇത് കോസ് വൈ റേസ് ടു എക്സ് ആണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരു പ്ലസ് ഉണ്ട്. അപ്പൊ ഇത് ലോഗ് എടുത്തിട്ട് ഇപ്പൊ ലോഗ് എടുത്താല് നമുക്ക് ഇങ്ങനെ കിട്ടും. ലോഗ് ഓഫ് എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് 1. ലോഗ് 1 0 എന്ന് എഴുതാം. പക്ഷെ ഈ ലോഗിന്റെ ബ്രാക്കറ്റ് നമുക്ക് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ചില ആളുകൾ ഇങ്ങനെ എഴുതും, വൈ ലോഗ് എക്സ് പ്ലസ് എക്സ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് 1 0 എന്ന് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകും. ഡിഫറൻഷിയേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ട്. പക്ഷെ ഈ സ്റ്റെപ്പ്, ഈ ബ്രാക്കറ്റ് ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ട് ഈ ലോഗ് ബ്രാക്കറ്റ് തുറക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് പ്രശ്നം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ദാറ്റ് ഈസ് ലോഗ് എടുക്കാനായില്ല. u plus v is equal to 1 where u is equal to x raised to y, v is equal to y raised to x. ഓക്കെ, അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du by dx plus dv by dx is equal to 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du by dx, ഇത് dv by dx, 1 ഡെറിവേറ്റീവ് 0. ഇനി നമ്മൾ
du by dx ഉം dv by dx ഉം വേറെ വേറെ കണ്ടുപിടിക്കാൻ പോവാ. അതിന് u is equal to x raised to y ആണ്. log ധൈര്യമായിട്ട് എടുക്കാം. log u is equal to y log x ആണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. log u ന്റേത് 1 by u du by dx is equal to അപ്പുറത്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക y into log x ന്റേത് 1 by x plus log x into y ന്റേത് dy by dx. Therefore du by dx is equal to u all into du by dx equal to u all into y by x plus log x into dy by dx. ആ യുന് പകരം എന്ത് ചെയ്യുക? യു ആരാ? x raised to y into y by x plus log x into dy by dx. ഇതോടെ നിൽക്കട്ടെ. du by dx. ഇനി v എടുക്കുക. v is equal to എന്താ? y raised to x ആ. log എടുത്തോളൂ. log v is equal to y into log x. Sorry. x into log y. Differentiating with respect to x 1 by v dv by dx. ഇവിടെ പ്രൊഡക്റ്റ് ഉള്ളൂ. x 1 log y 2. x into log y ന്റേത് 1 by y into dy by dx because differentiation is with respect to x plus log y into x derivative 1. Therefore dv by dx is equal to v into v ആണ് ക്ലോസ് ചെയ്തു. ഇത് x by y into dy by dx plus log y. ആ v അവിടെ എഴുതുക. what is v? y raised to x. that's equal to y raised to x into x by y into dy by dx plus log y. ഇതാണ് dv by dx. നമുക്കുള്ള വിവരം എന്താ? du by dx ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാ du by dx ഇവിടെ കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ 1 ഈ കിട്ടിയ രണ്ടെണ്ണം 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? du by dx plus dy by dx 0 ആണല്ലോ. അപ്പൊ ഇത് പ്ലസ് ഇത് ഈക്വൽ ടു 0. that is x raised to y into y by x plus log x into dy by dx plus dy by dx ആണ് y raised to x into x by y into dy by dx plus log y equal to 0 ആയിരുന്നു. du by dx plus dv by dx 0 ആയിരുന്നു. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് dy by dx ആണ്. dy by dx കിട്ടാൻ ഇതിലൊക്കെ dy by dx ഇങ്ങനെ കിടക്കില്ലേ നിങ്ങൾക്ക്? അതങ്ങനെ തുറക്കുക. അതാണ് dy by dx ഉള്ളതൊക്കെ ഒരു ഭാഗത്തും ഇല്ലാത്തതൊക്കെ മറുഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ഇത് തുറക്കുമ്പോൾ ഇവിടെ ഒരു x raised to y ഈ x ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ x raised to 1 കുറയും. y minus 1 into ഈ y plus x raised to y into log x into dy by dx plus ഇത് ഇവിടെ തുറക്കുമ്പോൾ y raised to x ഉം ഈ y ഉം കൂടി y ന്റെ പവർ 1 കുറയും. y raised to x minus 1 into x into dy by dx plus y raised to x into log y equal to 0. dy by dx ഉള്ള ഒരു ടേം ഇവിടെ ഉണ്ട്. അതിന് dy by dx കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ഇവിടെ x raised to y into log x ഇവിടെ y raised to x minus 1 into x. ഈ ടേമും ഈ നാലാമത്തെ ടേമും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ രണ്ട് പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് x raised to y minus 1 into y minus y raised to x into log y. Therefore dy by dx equal to ഇന്ന് വേണമെങ്കിൽ ഒരു മൈനസ് പുറത്തെടുക്കാം. മൈനസ് ഓഫ് x raised to y minus 1 into y പ്ലസ് y raised to x log y മൈനസ് ഓഫിന്റെ ഉള്ളിൽ ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ y raised to x log x plus y raised to x minus 1 into x. അപ്പൊ ഇത് കുറച്ച് കൂടുതൽ ചെയ്യാനുള്ള ചോദ്യമാണ്. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ഒക്കെ നോക്കുക. ഡൗട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഈ രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ചോദ്യം ഞാനൊന്ന് പറയാം. dy by dx കാണാനാണ്. cos x raised to y is equal to cos y raised to x. ഇത് നിങ്ങൾക്ക് നേരെ ലോഗ് എടുക്കാം. രണ്ട് സൈഡിൽ ലോഗ് എടുക്കാം. അപ്പോ y log cos x equal to x log cos y എന്നാവും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നാൽ മതി. ഇത് x into y is equal to e raised to x minus y. ഇത് ഒന്ന് ലോഗ് എടുത്താൽ log of xy is equal to log of e raised to x minus y. അപ്പൊ log x plus log y is equal to x minus y into log e. log e 1 ആണ്. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഈ രണ്ടെണ്ണം നിങ്ങൾ
ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. 5 dy/dx ആണ്. ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.